നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഖുർആൻ ഓതുമ്പോൾ ഇപ്പൊ സ്ത്രീകൾ തന്നെയാണ് ഓതുന്നെങ്കിലും ആണുങ്ങളൊന്നും ഇപ്പൊ അന്യ പുരുഷന്മാർ കേൾക്കാൻ അവിടെ ഇല്ലെങ്കിൽ കുറച്ച് ശബ്ദത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഓതണം. ആണുങ്ങളും വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യാവരുത്, അവൻ ശ്രദ്ധിക്കണം. ഇപ്പൊ പരീക്ഷയുള്ള മക്കളുണ്ട്, പഠിക്കേണ്ട മക്കളുണ്ട്. ആ മക്കൾ അവിടുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഒച്ചത്തിൽ വല്യപ്പം ഇങ്ങനെ ഓതിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നുമില്ല, വേറെ ആർക്കും ശല്യം ഒന്നാവൂല. എന്നാൽ കുറച്ച് ഒച്ചത്തിൽ തന്നെ ഓതണം. ശൈത്താൻ ആ വീട്ടിൽ നിലനിൽക്കാൻ കഴിയൂല, അസ്വസ്ഥനാകും, ദുർബലനാകും, ആ വീട് വിട്ട് മറ്റ് വീട്ടിലേക്ക് പോകും. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമ് അത് പരസ്യമായി ഓതുന്നിടത്ത് നിലനിൽക്കാൻ പിശാചിന് കഴിയൂല. മാറിപ്പോയി നമ്മൾ. ഇപ്പൊ ഖുർആന് പകരമൊക്കെ പാട്ടായി. ആഖിറുസ്സമാന്റെ അടയാളം വിശദീകരിക്കുമ്പോൾ റസൂലുള്ള പറയുന്നുണ്ട്, വയുസ്തബ്ദലു ശുഉറു ബിൽ ഖുർആൻ. അന്ന് ഖുർആന് പകരം എന്തായിരിക്കും? പാട്ടായിരിക്കും. ഖുർആന് നെഞ്ചിലേറ്റിയ ഉമ്മത്ത് സംഗീതത്തെയും പാട്ടിനെയും ഒക്കെ നെഞ്ചിലേറ്റുന്നത് ആഖിറുസ്സമാന്റെ അലാമത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ആദ്യമായിട്ടൊരു ഗാനമേള മക്കയിൽ സംഘടിപ്പിച്ചത് നളർ ഇബ്നു ഹാരിസാണ്. എങ്ങനെയാ സംഘടിപ്പിച്ചത്? ഇറാഖിൽ നിന്ന് നല്ല പാട്ട് പാടുന്ന ബാലന്മാരെ കൊണ്ടുവന്നിട്ട് കഅബയുടെ പരിസരത്ത് നിർത്തിയിട്ട് ഭയങ്കര ഗാനമേള സംഘടിപ്പിച്ചു. അവൻ പറഞ്ഞെന്താണെന്നറിയോ? ഇപ്പൊ ആളുകളൊക്കെ അങ്ങനെ മുഹമ്മദിന്റെ ഓത്ത് കേട്ടിട്ട് അതിലേക്ക് ചാഞ്ഞു പോവാണ്. അതിനേക്കാൾ കേൾവിക്കാർക്ക് വേണം, നമുക്ക് വേണം. അപ്പൊ ഖുർആനിൽ നിന്ന് ആളുകളെ തടയാനാണ് ആദ്യമായിട്ടൊരു ഗാനമേള സംഘടിപ്പിച്ചത് നളർ ഇബ്നു ഹാരിസ്. ഇന്ന് പടച്ചോനെ പലപ്പോഴും വിവാഹത്തിന്റെ തലേന്ന് പോലും പാട്ടുപാടിക്കൂടെ? പാടാ, തെറ്റൊന്നുമില്ല, അത് റാഹത്താണ്, നല്ല പാട്ടാണ്, റാഹത്താൻ. പക്ഷെ ആണും പെണ്ണും ഇടകലർന്ന് ഔറത്ത് പോലും കൃത്യമായി മറക്കാതെ ഹലാലും ഹറാമും നോക്കാതെയുള്ള പാട്ട്, സകല വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടെയുള്ള സംഗീതത്തോടുകൂടെയുള്ള പാട്ട് ഇസ്ലാം അനുവദിക്കുന്നില്ല. അല്ലാത്ത പാട്ട് പാടാൻ നബിദിനത്തിനൊക്കെ നമ്മളെ മക്കളൊക്കെ മൈക്കിൽ ഉഷാറായിട്ട് പാടാറില്ലേ? പാട്ടിന് ഇസ്ലാം എതിരാണോ? പാട്ടിന് ഇസ്ലാം എതിരല്ല. പക്ഷെ ആ പാട്ട് മനുഷ്യന്റെ ഈമാൻ തെറ്റിക്കുന്നതാവാതിരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അർത്ഥത്തിലും നന്മയുടെ കൂടെ നിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാന്റെ റസൂലിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് ശുദ്ധ ഖുർആനാണ്. ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞാൽ പേടിയായില്ലേ അവർക്ക്? ഖുർആൻ കേൾക്കുന്നത് മൊത്തത്തിൽ തടഞ്ഞില്ലേ അവര്? കാരണം അറബി സാഹിത്യം അറിയുന്നവരൊക്കെ ഖുർആൻ കേൾക്കലോടുകൂടെ മുഹമ്മദേ മാ അജ്മലഹ വമാ അഹ്സാഹ വമാ അഹ്സനഹ ലഖിനി ഷഹാദത യാ മുഹമ്മദ്. പലരും പറഞ്ഞു മാ അജ്മലഹ വമാ അഹ്ലാഹ വമാ അഹ്സനഹ ലഖിനി ഷഹാദ. ഇതൊരു മധുരാണത് കേൾക്കാൻ, എന്തൊരു റാഹത്താണത് കേൾക്കാൻ. അതുകൊണ്ട് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ എവിടെയെന്നിട്ട് മനസ്സിലാവൂല, ആ സമയം പോകുന്നത് അറിയൂല. ലഖിനി ഷഹാദ, ഷഹാദത്ത് കലിമ ചൊല്ലിത്തരൂ എന്ന് പലരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ശത്രുക്കൾ ചെയ്ത സംഗതി എന്താണെന്നറിയോ? ഖുർആൻ പരസ്യമായിട്ട് ഓതാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു. ഖുർആൻ പരസ്യമായിട്ട് ഓതുന്നവരെ ഈ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല. അവസാനം ആ നാട്ടിൽ നിന്ന് അതിന്റെ പേരിൽ ഹബശയിലേക്ക് പലർക്കും യാത്ര പോകേണ്ടി വന്നല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എട്ടങ്ങാറാക്കിയിട്ട് നിർവാഹമില്ലാതെ മക്കയിൽ നിന്ന് പോകുന്നത് ഹബശയിലേക്കാണ്. ബർക്കുൽ ഗമാദ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ മക്കയിലെ പ്രമുഖനായ ഇബ്നു ദഈന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. യാ അബൂബക്കർ ഇലാ ഐന തഖ്റുജ്? അബൂബക്കറെ, നിങ്ങൾ എവിടേക്കായി പോണത്? എട്ടും മാറാപ്പൊക്കെ എടുത്തിട്ട് നാട് വിട്ടു പോകുന്നത് പോലെ ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞു പോവാണ്, മക്കയിൽ നിങ്ങളുടെ ആളുകൾ എന്നെ താമസിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഹബശയിലേക്ക് പോവാൻ. അപ്പൊ പറഞ്ഞു നീ പോവേ? ഇന്ന മിസ്ലക്കല യഖ്റുജു വലാ യുഖ്റജ്. നിന്നെ പോലുള്ള ആളുകളൊക്കെ നാട് വിട്ട് പോകാനും പാടില്ല, അങ്ങനത്തെ ആളുകളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. ഒരു കുട്ടിയും നിന്നൊന്നും ചെയ്യൂല, നിന്റെ കൂടെ വാന്ന് പറഞ്ഞ് സംരക്ഷണം ഏറ്റെടുത്ത് ബർക്കുൽ ഖിമാദിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുപോയി ഇബ്നു ദഈന.
എന്നിട്ട് അവിടെയുള്ള ഖുറൈശികളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, എന്താ ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയത്? ഇത് നമ്മളെ അബൂ ഖുഹാഫയുടെ മകനല്ലേ അബൂബക്കർ. അബൂബക്കർ നാട് വിട്ടു പോകുമ്പോ ഞാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഒരാളും ഇനി അബൂബക്കറിനെ ശല്യം ചെയ്യാൻ പാടില്ല, അവന് വേണ്ട സംരക്ഷണം ഞാൻ ഉറപ്പുകൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഒറ്റ ഡിമാൻഡേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഇവിടെ നോട്ടെ, സ്കരിച്ചോട്ടെ, നോമ്പോറ്റോട്ടെ, വെക്കാത്തോടത്തോട്ടെ, എല്ലാം ചെയ്തോട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതാണ്, വലാ യസ്തഇലിം ബിൽ ഖുർആൻ. ഈ അബൂബക്കർ ഇടയ്ക്കിടെ ഖുർആൻ പരസ്യമായി ഓതാറുണ്ട്. ആ പണി അവനൊന്ന് അവസാനിപ്പിക്കേണ്ടതാ. ലിഅന്നാ നഖാഫു അൻ യുഫത്തിന അബ്നാഅനാ വനിസാഅനാ. ഇമാം ബുഖാരിയുടെ ഹദീസാണിത്. കാരണം ഞങ്ങളെ പേടി എന്താണെന്നറിയോ? ഈ അബൂബക്കർ ഖുർആൻ ഇങ്ങനെ പരസ്യമായിട്ട് ഓതിയാൽ ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയൊക്കെ ഫിത്നയിലാക്കും. എന്താ ഫിത്ന? നിങ്ങൾ ഉറങ്ങാണോ? എന്താണ് ഫിത്ന? അത് കേട്ടിട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ അടുത്ത് ഓടിച്ചെല്ലാം മുസ്ലിം ആവുക, ഇതന്നെ ഫിത്ന. അതുകൊണ്ട് ഒറ്റ ഡിമാൻഡ്, വലാ യസ്തഇലിം ബിൽ ഖുർആൻ, ഖുർആൻ പരസ്യമായിട്ട് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞു.